ഞാൻ ജഗദീഷ് കുംബ്ല, ഇൻ്റർനാഷണൽ കബഡി പ്ലെയർ, ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റ്, NIS കബഡി കോച്ച്. ഞാൻ എൻ്റെ സ്കൂൾ സമയത്താണ് ഈ കബഡി തുടങ്ങിയത്. അത് കഴിഞ്ഞ് സ്കൂൾ സ്റ്റേറ്റ് ലെവൽ കളിച്ചു. പിന്നീട് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന് വേണ്ടിയിട്ട് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പഠിക്കുമ്പോൾ സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ത്യൻ ആർമിയിലേക്ക് EME എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് സെലക്ഷനായി. അത് കഴിഞ്ഞ് വീണ്ടും ട്രെയിനിങ് കഴിഞ്ഞിട്ട് കബഡി സ്പോർട്സ് കോട്ട ആയതുകൊണ്ട് കബഡിയിലെ ഒരു ഒരു സ്ഥലത്ത് എത്തണമെന്നൊരു വെച്ചുകൊണ്ട് സർവീസ് മൊത്തം കബഡിയിൽ പോകണമെന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഞാൻ കബഡിയിലോട്ട് മുന്നോട്ട് പോയി. അതിനുശേഷം ആർമി ടീമിലേക്കും സർവീസസ് ടീമിലേക്കും എൻ്റെ സെലക്ഷനായി. സർവീസസിന് ഒരു 13 കൊല്ലം കണ്ടിന്യൂസ് ഞാൻ കളിച്ചു. അതിൻ്റെ ഇടയിൽ 4-5 വർഷം ക്യാപ്റ്റൻഷിപ്പ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വന്നിട്ടും ഈ കബഡീനെ നാട്ടിലും ക്ലബ്ബുകളിലൊക്കെ കളിച്ചു. കേരള ടീമിന് വേണ്ടിയിട്ടും എൻ്റെ സർവീസ് കഴിഞ്ഞ് പിന്നെ ക്യാപ്റ്റൻഷിപ്പായിട്ട് കളിച്ചു. അപ്പോൾ ഇന്ന് നാട്ടിൽ ഞാൻ റിട്ടയർഡായിട്ട് വന്നു. ആ റിട്ടയർഡായിട്ട് വന്ന സമയത്ത് കേരള കബഡി എന്ന് പറയുമ്പോൾ എല്ലാവരും കാസർഗോഡാണ് കബഡീനെ ഓർക്കുന്നത്. അത് നമ്മളെ സീനിയേഴ്സും അതുപോലെ ആയിരുന്നു. അതിൻ്റെ ശേഷം നമ്മളായി. ഇപ്പോഴും കാസർഗോഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കബഡിയാണ്. അപ്പോൾ ഈ കാസർഗോഡിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് ഈ കബഡി കാസർഗോഡാണ് എന്നാണെങ്കിലും പക്ഷെ എല്ലാ സ്ഥലത്തും കാസർഗോഡിലും കേരളത്തും കബഡി ഇല്ല. ആ ഒരു ഇത് വെച്ചിട്ട് ഞാനൊരു ചെറുങ്ങനെ മോർണിംഗ് ഈവനിങ് കബഡി കോച്ചിങ് കൊടുക്കണം, ബാക്കി സമയം കബഡിക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഈ കേരളത്തിൻ്റെയും എന്നെ അറിയുന്ന മൊത്തം ഇന്ത്യത്തിൻ്റെ ആൾക്കാർ കോച്ചിങ്ങിന് വരാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഒരു അക്കാഡമി ആയിട്ട് മാറി. അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മൾ ഇന്ന് സീനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ഈ JK അക്കാഡമിയിൽ കബഡി നമ്മൾ വെച്ചെന്ന് വെച്ചാൽ അത് എനിക്കിവിടെ വെക്കണം എന്ന് പറഞ്ഞിട്ടല്ല. പക്ഷേ ഈ കബഡിക്ക് ഇന്നത്തെ ചെറിയൊരു കുറവ് ഉണ്ട്, അസോസിയേഷനായിട്ടും മറ്റുള്ള ചില പ്രോബ്ലംസ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനത്ത് ഈ കബഡി നമ്മൾ സബ് ജൂനിയർ, ജൂനിയർ, സീനിയറൊക്കെ ഇവിടെ വെച്ചു. അപ്പോൾ ഇന്ന് ഈ കബഡി ഒരു 10 കൊല്ലമായിട്ട് ഞാൻ 9 കൊല്ലം കഴിഞ്ഞു കേരളത്തിൽ വന്നിട്ട് കബഡിൻ്റെ ബയ്യക്കുള്ളത്. അതിൻ്റെ ഒരു ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ കബഡി തന്നെ അതിൻ്റെ ഒരു ചുമതല നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നല്ല പ്ലെയേഴ്സ് വളർന്നുണ്ട്. കാരണം എല്ലാ ഇടത്തുനിന്ന് കളിക്കാർ അവർക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനും വേണ്ടിയിട്ട് ഇവിടെ വന്നവർ കുറേ ആൾക്കാരുണ്ട്. അതിൽ നാഷണൽസ് ഇഷ്ടം പോലെ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞാൽ അതിൽ കേരള ടീം പോകുമ്പോൾ കൂടുതൽ ആൾക്കാർ കാസർഗോഡ്കാരാണ്. അപ്പോൾ അതിൽ നമ്മൾ അക്കാഡമിക്കാരുമുണ്ട്, ക്ലബിൻ്റെ ആൾക്കാരുമുണ്ട്, ഹോസ്റ്റലിൻ്റെ ആൾക്കാരുമുണ്ട്. അതല്ലാണ്ട് ഇന്ന് ഈ കബഡി പ്രോ കബഡിയിലേക്ക് മാറി പ്രൊഫഷണലായി. ഒരു പ്ലെയർ 2 കോടി 2.5 കോടിയാണ് വാങ്ങുന്നത്. ആ സമയത്ത് നമുക്ക് ഒരു ബഹുമാനമുണ്ട്. നമ്മൾ അക്കാഡമീൻ്റെ കുറേ പിള്ളേർ, ഓൾ ഇന്ത്യൻ്റെ ഇവിടെ വന്ന് പഠിച്ച പിള്ളേർ കേരളത്തിൻ്റെതും പുറത്തിൻ്റെതും പ്രോ കബഡിയിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ട് നമ്മളെ ഒരു സ്വപ്നമാണ്, നമ്മൾക്ക് കേരളത്തിലും പ്രോ കബഡി ലീഗ് നടത്തണം, പ്രോ കബഡി ലീഗ് വരണം, നമ്മളെ പിള്ളേർക്ക് ഒരു പ്ലാറ്റ്ഫോം അതായിരിക്കണം പ്രോ കബഡിയിലേക്ക് പോകുന്നത്. ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഈ കബഡിനെ മുന്നോട്ട് പോകുന്നത്. ഇതിന് നമുക്ക് ഗവൺമെൻറ് നമുക്ക് നല്ല സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇനിയും കുറേ നമുക്ക് ജോലിൻ്റെ കാര്യത്തിലും ബാക്കി ചില കുറവുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിനോട് നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മളെ കബഡിനെയും ഒരു കേരളത്തിൽ കബഡി എന്ന് പറഞ്ഞാൽ ബാക്കി ഇന്നത്തെ കാണുന്ന ഫുട്ബോൾ അല്ലെങ്കിൽ മറ്റ് ചില കേരളത്തിലൊരു മെയിൻ കളിയായിട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആഗ്രഹമാണ്. ഞാൻ ആദ്യമായിട്ട് കബഡി തുടങ്ങിയത് ഞാൻ പഠിച്ചത് കുമ്പള GHS ഹൈസ്കൂളിലാണ്. അപ്പോൾ നമ്മളെ സ്കൂളും വീടും ഒരു 5-10
മിനിറ്റുള്ള സ്ഥലമാണ്, ദൂരം. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്കൂളിലാണ് കബഡി, നമ്മളെ സീനിയേഴ്സ്, നമ്മളെ ക്ലബ്ബ് അവിടെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതേ സമയത്ത് ഞാനും ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു. മെല്ലെ മെല്ലെ അവരെ കൂടെ കളിച്ചുകൊണ്ടുണ്ടായി. അങ്ങനെയാണ് ഒരു സമയത്ത് നമ്മൾ പഞ്ചായത്ത് കളിക്കുമ്പോൾ നമ്മളെ സീനിയേഴ്സിനെ നമ്മൾ ജൂനിയേഴ്സ് അടിച്ചു. അന്നോടെ അവർ കളി മതിയാക്കി. കാരണം ഇനി നമുക്ക് ആവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പിൽ നാട്ടിൽ തന്നെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ കാസർഗോഡ് ജില്ലാ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഞാൻ നീലേശ്വരത്തിൻ്റെ ഒരു ക്ലബിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അന്നേരം ഫസ്റ്റ് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ്. എനിക്കൊന്നും അറിയില്ല. അതേ സമയത്തും നമ്മൾ ഫൈനൽ കളിച്ചു. പക്ഷെ എൻ്റെ സീനിയർ ഒരു ടീം ഉണ്ടായിരുന്നു, കാസർഗോഡ് മഞ്ചേശ്വരമൊക്കെ മിക്സ്, നല്ല ടീം. അവരോട് നമ്മൾ 2 പോയിന്റിന് തോറ്റു. പക്ഷെ ആ സമയത്താണ് എന്നെ ആദ്യമായിട്ട് കേരളത്തിൻ്റെ ഇന്ന് ദ്രോണാചാര്യ അവാർഡ് വാങ്ങിയ ഭാസ്കർ കോച്ച് എന്നെ കാണുന്നത്. അത് എൻ്റെ ഒരു കോച്ച് ഉണ്ടായിരുന്നു, അവർ കർണാടകക്കാരാണ്, കേരള സ്പോർട്സ് കൗൺസിലിൽ എന്തോ വർക്ക് ചെയ്യുമായിരുന്നു. അവരെ 2 പേരെ കോച്ചസിൻ്റെ റിലേഷൻ വെച്ചിട്ടാണ് ആർമിയിലേക്ക് ട്രയലിലേക്ക് എന്നെ വിളിച്ചത്. അപ്പോൾ അന്ന് ആ ഒരു ആദ്യത്തെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് അത് കാസർഗോഡിലായിരുന്നു, അച്ചാന്തുർത്തി. എൻ്റെ ഫസ്റ്റ് ഒരു ചാമ്പ്യൻഷിപ്പ്. അതിൽ എല്ലാവരും സീനിയർ പ്ലെയറാണ്. അപ്പോൾ നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ കളിക്കുന്ന ആലപ്പിയായിട്ട്. ആ സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞു, സീനിയേഴ്സ്, ഇത് കാര്യമില്ല, ഇത് ആലപ്പിയാണ്, നമ്മൾ 10-25 പോയിന്റ് തോക്കണം. അന്നേരം നമുക്കൊന്നും അറിയില്ല. പക്ഷെ ഞാനൊരുത്തെ ജൂനിയറായിരുന്നു. ആ മാച്ച് നമ്മളങ്ങോട്ട് അതേ പോയിന്റ് നല്ല ലീഡോടെ നമ്മൾ ജയിച്ചു. അന്ന് എനിക്ക് കേരള സ്റ്റേറ്റിന് സെലക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ സെലക്ഷനിൽ സൗത്ത് സോണിനാണോ സീനിയറിനാണോ നാഷണൽസിനാണോ സൗത്ത് സോണോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്നേരം പിന്നെ ഞാൻ ജോലിക്ക് പോയി. ജോലിക്ക് പോയ പിന്നെ എൻ്റെ ഇവിടെ സെലക്ഷനുണ്ട്, എൻ്റെ സർവീസസ് ക്യാമ്പിലും ഉണ്ട്. അപ്പോൾ എന്നെ കേരളത്തിൽ നിന്ന് കളിക്കാൻ വിട്ടില്ല. അന്നോടെ ഒരു വാശിയായിരുന്നു സർവീസസ് കളിക്കണം. ആ സർവീസസ് ടീമിൽ ഒരു മെയിൻ പ്ലെയറായിട്ട് അവർക്ക് അറിയിക്കണം. അതുകൊണ്ടാണ് എൻ്റെ ഒരു ആ ജേർണി സ്റ്റാർട്ട്. ഞാൻ സ്റ്റേറ്റിൽ സെലക്ഷൻ കിട്ടിയിട്ട് 2 സ്ഥലത്തും എനിക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല. അതായത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് വരുമ്പോൾ കാസർഗോഡ് കേരളത്തിൽ നിന്ന് എന്തായാലും എനിക്ക് കളിക്കാൻ അവസരം കിട്ടിയില്ല, കാരണം പെർമിഷൻ കിട്ടിയില്ല. സർവീസസിലാണെങ്കിൽ ക്യാമ്പിൽ അവിടെ 12-ൽ ചാൻസ് ഇല്ല. ആ അടുത്ത ഒരു സീസൺ ഒരു വർഷം ഞാൻ നാട്ടിൽ വന്നിട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ സ്പെഷ്യലി നമുക്ക് കുമ്പളന്ന് നമ്മൾ വരുമ്പോൾ നമ്മളെ ടീം ഞാൻ പോയ പിന്നെ കുറച്ചും കൂടി താഴോട്ട് പോകാൻ തുടങ്ങി. മാച്ചസൊക്കെ കുറവായി കളിക്കുന്നത്. അപ്പോഴാണ് നമ്മളെല്ലാവരും കുമ്പളക്കാർ ഒസങ്കടി എന്ന് പറയുന്ന മഞ്ചേശ്വരത്തിന് വേണ്ടി കളിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ മാക്സിമം കളി കർണാടക ബോർഡറും കേരളത്താണ് കളിക്കുന്നത്. അപ്പോൾ കർണാടകത്തിലെ എല്ലാ മാച്ചസും അവിടെയുള്ള കർണാടക സ്റ്റേറ്റിലെ നല്ല നല്ല പ്ലെയേഴ്സ് വന്ന് കളിക്കുമായിരുന്നു. അന്നേരം അവർക്കൊരു ഫൈറ്റ് കൊടുക്കുന്ന ടീമാണ് നമ്മളെ ക്ലബ്ബ്. അങ്ങനെയാണ് നമ്മൾ കേരളത്തും തമിഴ്നാട്ടിലും അറിയുന്നത്. തമിഴ്നാട്ടിൽ നമ്മളിവിടെ ഇൻവിറ്റേഷൻ മാച്ചിക്ക് അവർ ഒരു ടീം, അവിടുത്തെ ഒരു നല്ല നാഷണൽ പ്ലെയേഴ്സൊക്കെ വരുമ്പോൾ അവർക്കൊരു ഫൈറ്റ് കൊടുക്കുന്ന ടീമായിരുന്നു നമ്മൾ കാസർഗോഡിൽ. ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ കളിക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മളെ പെർഫോമൻസിന് അപ്പ് ചെയ്യാനുള്ള ഒരു അവസരം. കാരണം നമ്മൾ സർവീസസ് എന്ന് പറയുമ്പോൾ കബഡി എല്ലാം നോർത്ത് ഇന്ത്യനാണ്. ആ കബഡിയിൽ സൗത്ത് ഇന്ത്യന് ആരുമില്ല. അങ്ങനെ ആദ്യമായിട്ട് എനിക്കറിഞ്ഞിട്ട് സർവീസസിൽ ഒരു മലയാളി എന്നുള്ള ഇതിൽ ഞാനാണ് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം അവസരം കിട്ടി. കോച്ചസും നമ്മളൊക്കെ ചേർന്ന് കേരളത്തിൽ നിന്നും ബാക്കിയുള്ള നമ്മളെ അടുത്തുള്ള ജില്ലയിൽ നിന്നെല്ലാം നമ്മൾ പ്ലെയേഴ്സിനെ ആർമിയിലേക്ക് ചേർത്തു. അത് കഴിഞ്ഞ് ഒരു ടൈമിൽ നമ്മൾ ഇന്ത്യൻ ആർമി ടീം എന്ന് പറഞ്ഞാൽ അതിൽ പകുതി പേരും സൗത്ത് ഇന്ത്യനാണ്, അങ്ങനെ അറിയപ്പെട്ടു. പക്ഷേ ഇന്നത് വീണ്ടും നോർത്ത് ഇന്ത്യൻ്റെ കയ്യിൽ തന്നെ. കാരണം അവിടെ അത്ര കളിക്ക് സ്പെഷ്യലി കബഡിക്ക് അത്ര അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ അതേ ഒരു ആഗ്രഹമാണ്, നമുക്ക് എങ്ങനെയെങ്കിലും കേരളത്തിനെ വീണ്ടും ഒരു ആ ലെവലിലേക്ക് പുറത്തിലൊക്കെ നമ്മളൊരു ജോലിക്ക് എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ നാഷണൽസിനൊക്കെ മെഡൽ വാങ്ങണം.
മെഡലില്ലാണ്ട് ഒരിക്കലും നമ്മൾ അവിടെ എത്താൻ കഷ്ടമുണ്ട്. കാരണം ഇപ്പം മെഡലിൻ്റെ മുകളിലാണ് ജോബ്. അപ്പോൾ കേരളത്തിൽ അതിന് വേണ്ടിയിട്ടില്ല എന്താണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പോയിൻറ്റ്സാണ്. അതിന് നമ്മൾ ഈ സമയം കിട്ടുമ്പോൾ നമ്മൾ മിനിസ്റ്ററായിട്ട് എല്ലാവരായിട്ട് ഒരു ചർച്ച ചെയ്തിട്ട് നമ്മളതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എയിം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സർവീസസ് ടീമിൽ കയറുമ്പോൾ എൻ്റെ ലെഫ്റ്റ് റൈറ്റിൽ പ്ലെയേഴ്സിനെ കാണുമ്പോൾ എല്ലാവരും പഞ്ചാബ്, ഹരിയാന ഈ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഹെൽത്തിയാണ്, എല്ലാവരും വെയിറ്റ്. അപ്പോൾ ഒന്നും വെയിറ്റ് കാറ്റഗറി ഇല്ല. ഇന്ന് ഒരു നാഷണൽസ് കളിക്കണമെങ്കിൽ 85 kg ഉണ്ട്, അതിൻ്റെ മുകളിലാണെങ്കിൽ കളിക്കാൻ പറ്റത്തില്ല. അന്നേരം ഓപ്പൺ കാറ്റഗറിയാണ്. അപ്പോൾ എൻ്റെ വെയിറ്റ് തന്നെ അത്ര ഒന്നും ഉണ്ടായിട്ടാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ കളിക്കുന്നവരൊക്കെ എൻ്റെ കൂടെ കളിക്കുന്നത് 100 കിലോ, 90 കിലോ, 95 കിലോ. അപ്പോൾ അവരൊക്കെ കോമ്പറ്റീഷനിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ അതൊരു ഈസി എന്നല്ല എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ കഴിഞ്ഞത്ര നമ്മൾ വർക്ക്, നമ്മളെ വെയിറ്റ് കൂട്ടാനും സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ അതിൻ്റെ കൂടെ ഞാൻ ചേർന്നു. അവസാനം എനിക്കൊരു അവസരം കിട്ടുമ്പോൾ അത് മെയിൻ 7 തന്നെ കിട്ടി. ഞാൻ ആദ്യമായിട്ട് ആർമിയിൽ കയറിയിട്ടും ഞാൻ മെയിൻ 7 കളിച്ചു. ആദ്യമായിട്ട് ഞാൻ ഇന്ത്യൻ ക്യാമ്പിൽ പോകുമ്പോഴും എനിക്ക് മെയിൻ 7 കിട്ടി. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ്, നമ്മളെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് എനിക്കൊരു അവസരനെ ഞാൻ വിട്ടില്ല. ആ സമയത്ത് എൻ്റെ കോച്ച് എല്ലാ സീനിയേഴ്സിനെ കുറച്ച് അവരെ ഔട്ടാക്കിയിട്ട് ജൂനിയേഴ്സിനെ ടീമാക്കി. അന്നേരം എൻ്റെ ആദ്യത്തെ കളിയിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കി ഇവൻ ഇനി ഒരു കണ്ടിന്യൂ കളിക്കേണ്ട ഒരു പ്ലെയറാണ്. അതെല്ലാവരും പറയുമ്പോൾ വീണ്ടും കുറച്ചും കൂടി കോൺഫിഡൻസ് വന്നു, സന്തോഷമായി. ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു ടെൻഷന്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെയുള്ള സീനിയേഴ്സ്, ജൂനിയേഴ്സ്, എടാ എനിക്ക് മെയിൻലി എടെങ്കിൽ നീ കളിച്ചില്ലെങ്കിൽ ഇനി എനിക്ക് അവസരമില്ല. അപ്പോൾ ആ ഒരു ടെൻഷൻ, ഈ വർഷം നീ പുറത്താണെങ്കിൽ അടുത്ത വർഷം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്തിട്ട് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് കളി കളിച്ചു. അത് നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടത് നമുക്ക് നേടാൻ കഴിഞ്ഞു. അതാണ് എൻ്റെ അടുത്ത ഒരു സ്റ്റാർട്ടിങ്. അങ്ങനെ നമ്മൾ നാഷണൽ കളിച്ചു. ആ നാഷണലിൽ നമ്മൾ പൊസിഷൻ ആ വർഷം വന്നില്ല. അങ്ങനെ നമ്മൾ 4 കൊല്ലം പുതിയ ടീം ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ റിട്ടയർഡ് വരെ നമ്മൾ മെഡലായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യൻ ക്യാമ്പിൽ കിട്ടി. എന്നിട്ട് ടൂറ് ചില ടീം ഇന്ത്യയിലേക്ക് വരും. അടുത്തത് നമ്മളും പുറത്ത് ഒരു ടൂർ മാച്ച്. കാരണം ഇന്നത്തെ അത്ര ടൂർണമെൻറ്റ്സ് ഇല്ല, അത്ര കൺട്രി പുറത്ത് കളിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കളി കുറവായിരുന്നു. പിന്നെ ഞാൻ ഏഷ്യൻ ഗെയിംസ് കളിച്ചപ്പോഴാണ് എല്ലാവർക്കും അറിയുന്നത് ഇങ്ങനെ ഒരു പ്ലെയർ ഉണ്ടെന്ന്. ഞാൻ ഒരു 4 നാഷണൽ കഴിഞ്ഞപാട് എല്ലാവരും എന്നോട് പറയും നീ നല്ല കളിക്കുന്നുണ്ട്, ഈ വർഷം ഇന്ത്യൻ ക്യാമ്പ് കിട്ടും. ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലെയേഴ്സ് തമ്മിൽ സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനെപ്പോഴും ഒരിക്കലും എനിക്കൊരു ഉറപ്പില്ല. കാരണം കബഡി എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഹരിയാന ആണ്. അപ്പോൾ എൻ്റെ കൂടെ കളിക്കുന്ന മാക്സിമം പ്ലെയേഴ്സ് ഹരിയാന, നോർത്ത് ഇന്ത്യനാണ്. അപ്പം ഒരു സമയത്തുണ്ട് എന്നോട് കോച്ച് പറയുന്നു നിൻ്റെ ക്യാമ്പിൽ പേരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നും പറയുന്ന പോലെ ഇതും ആയിരിക്കാം. പക്ഷെ ക്യാമ്പിൽ കിട്ടിയെങ്കിൽ ഇന്ത്യൻ ടീമിൽ കിട്ടാൻ കുറച്ച് പാടാണ്. അന്നേരം എനിക്ക് കിട്ടിയപ്പോൾ ആ ഏഷ്യൻ ഗെയിംസ് ക്യാമ്പ് എന്ന് വെച്ചാൽ എല്ലാ ടോപ്പ് പ്ലെയേഴ്സ്, ഓൾമോസ്റ്റ് സീനിയർ ടോപ്പ് പ്ലെയർ ആയിരിക്കും ആ ക്യാമ്പിലുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വലിയ സീനിയർ അല്ല, ഇടയിലാണ്. 2022 ഞാൻ ഏഷ്യൻ ഗെയിംസ് കളിച്ചത്. 2002 ഏഷ്യൻ ഗെയിംസ് വരുന്നത്. അപ്പോൾ അന്നേരം എൻ്റെതും ആർമിയിൽ നിന്ന് ഞാൻ, നേവിയിൽ നിന്ന് ഒരു ചെക്കൻ, പിന്നെ എയർഫോഴ്സിൽ നിന്ന്, അതുപോലെ സർവീസസിൻ്റെ നമ്മൾ 3 പേര് ക്യാമ്പിലായിരുന്നു. അപ്പം ആദ്യത്തെ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു നേവിൻ്റെ ചെക്കൻ്റെ പേര് കട്ടായി. ഫസ്റ്റ് നമ്മൾ 36 അങ്ങനെ എന്തോ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ക്യാമ്പ് ബ്രേക്ക് ആകുമ്പോൾ എനിക്ക് പിന്നെ ഈ ടെൻഷനൊന്നും ഉണ്ടായിട്ടാ സെലക്ഷൻ ഉണ്ടോ ഇല്ലേന്ന്. പക്ഷേ ഏഷ്യൻ ഗെയിംസും പിന്നെ ഇന്ത്യ എന്ന് വെച്ചാൽ അത് ഇന്ത്യയിൽ ഏഷ്യൻ ഗെയിംസ് കളിക്കുന്നതെന്ന് വെച്ചാൽ കബഡി, അത് ഒളിമ്പിക്കാണ്. അതിൻ്റെ കൂടെ മെഡൽ ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് സെലക്ഷന് വേണ്ടി എല്ലാ രീതിയിലും അവർ ഫൈറ്റാണ്. ആ സമയത്ത് സെക്കൻഡ് ക്യാമ്പിലേക്ക് എൻ്റെ പേര് വരുന്നുണ്ട്. അന്നേരം നമ്മൾ സെക്കൻഡ് ക്യാമ്പിൽ 15 മെമ്പേഴ്സ്
ആ 15 മെമ്പേഴ്സിൽ എനിക്കറിഞ്ഞിട്ട് 12 പ്ലെയറാണ് പോകേണ്ടത്. അപ്പോൾ 15-ൽ 12 ഔട്ടായ പ്ലെയേഴ്സ്, ഒരു ജൂനിയറും എൻ്റെ ഒരു സീനിയർ പ്ലെയർ എൻ്റെ റൂമിലാണ്. ഇത്ര ഒരു ടഫ് കോമ്പറ്റീഷന് ആ റൂമിൽ ഞാൻ കിടക്കുന്നുമുണ്ട്. 3 പേര് നമ്മുടെ റൂമിലായിരുന്നു. അന്നേരം ഈ സീനിയർ അവരെ പഴയ സ്റ്റോറി, എങ്ങനെ സെലക്ഷൻ്റെ കാര്യം ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കളിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സെക്കൻഡ് ക്യാമ്പിൽ കുറച്ച് പേരുണ്ടായിരുന്നു. ഫൈനൽ ക്യാമ്പിലാണ് 15 മെമ്പർ ഉണ്ടായത്. അപ്പോൾ അതിൽ 3 പേര് കട്ടാവണം. നമുക്കെന്ന് വെച്ചാൽ ഞാൻ സൗത്ത് ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് ആരോട് ഒന്നുമില്ല, ആരോട് എന്താ പറയേണ്ടത്, ആരും നമുക്ക് സപ്പോർട്ടൊന്നുമില്ല. കോച്ചാണെങ്കിൽ എല്ലാവരും കോച്ചസ് ഉണ്ടായിരുന്നു സൗത്ത്, എന്നാലും പ്ലെയേഴ്സ് മാക്സിമം നോർത്ത് തന്നെ. അങ്ങനെ നമ്മളെ സെലക്ഷൻ ഏഷ്യൻ ഗെയിംസിലാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മെയിൻ 7-ൽ കളിക്കുന്നു. അന്നേരം ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഫൈനൽ, എനിക്കറിഞ്ഞതിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, ഹോക്കി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അന്നേരം ഇന്ത്യയിൽ നിന്ന് ഒരു കുറച്ച് ആൾക്കാർ സ്പോർട്സ് നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്ന് സ്പോർട്സിൻ്റെ ഇതായിട്ട് വരും. മിനിസ്ട്രിയിൽ നിന്നും ബാക്കി മിനിസ്റ്ററും വരും. അന്നേരം അവർ പറഞ്ഞു, ഹോക്കിക്കാർ പറഞ്ഞു, നമ്മൾ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിന് ഒരു നല്ലൊരു ഫൈനാൻസ് സപ്പോർട്ടുണ്ട്, പക്ഷേ ടീം ഗെയിമിന് കുറവാണ്. അപ്പോൾ അത് നമ്മളെ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റിൽ പോകുന്നത് ടീം ഗെയിമാണ്. അപ്പോൾ മെഡൽ വാങ്ങുമ്പോൾ നമുക്ക് അവർക്ക് ഡിഫറൻറ്റ് കുറേ ഉണ്ട്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളെ ഫൈനാൻസ് നമുക്ക് കിട്ടുന്ന പ്രൈസ് മണി കൂട്ടണം. അങ്ങനെ നമുക്ക് അന്നേരം അവർ അനൗൺസ് ചെയ്തു, ഒരു പ്ലെയേഴ്സിന് 10 ലക്ഷം രൂപ ടീം ഗെയിമിന്, പിന്നെ ഇൻഡിവിജ്വൽ ആണെങ്കിൽ 20 ലാക്ക്. അത് നമുക്കറിയാത്തതാണ്. അപ്പോൾ അവിടെ ഹോക്കി റണ്ണേഴ്സായി, അവർ ജയിച്ചില്ല. പക്ഷേ കബഡി നമ്മൾ ജയിച്ചു, നമുക്ക് ആ ഒരു പ്രൈസ് മണി കിട്ടി. അതൊക്കെ നമ്മളെ ലൈഫിന് തന്നെ കുറേ ഫൈനാൻഷ്യലായിട്ട് ബെനിഫിറ്റ് കിട്ടി. ഇന്ന് എല്ലാ രീതിയിലും നല്ല സപ്പോർട്ടുണ്ട്. ഒന്നാമത്. രണ്ടാമത്തത്, നമുക്ക് ഫൈനൽ അന്നേരം പാകിസ്ഥാനായിരുന്നു. നമ്മളും പാകിസ്ഥാനെ കളിക്കുമ്പോൾ സ്റ്റാർട്ടിങ് ഒരു 5 മിനിറ്റ്സ് ടഫായിരുന്നു. അതിൽ മെയിൻ ഞാൻ കളിക്കുന്നുണ്ട്. അന്നേരം എന്നെ അവിടെ ഞാൻ ഓൾറൗണ്ടറാണ്, പക്ഷെ എനിക്ക് മെയിൻ റോൾ ഡിഫൻസാണ്. അപ്പോൾ നമ്മളെ റൈഡറിനെ അവർ ടാക്കിൾ ചെയ്യും. അപ്പോൾ അവരെ റൈഡറിനെ ടാക്കിൾ ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ ആ ഒരു പേര് നമുക്ക് ആ ഒരു ഏഷ്യൻ ഗെയിംസിലുണ്ട്, ബെസ്റ്റ് ഡിഫൻഡർ എന്നില്ല. അതൊക്കെ നമ്മളൊരു എക്സ്പീരിയൻസ് നാട്ടിൽ വരുമ്പോൾ അതൊക്കെ നല്ല നമ്മളൊരു കളിയിൽ നമുക്കൊരു ആ ഒരു പൊസിഷൻ കൊടുത്തു. ഇതൊക്കെയാണ് നമ്മളെ എക്സ്പീരിയൻസ്. ഇപ്പോൾ നാഷണൽ ലെവലിൽ നമ്മൾ കേരളത്തിനെ നോക്കുമ്പോൾ കേരള കുറേ പുറകോട്ടാണ്. കാരണം നമ്മൾ സൗത്തിൽ ബെസ്റ്റ് ഇപ്പോൾ ഉള്ളത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ കബഡി പ്ലെയേഴ്സും ഉണ്ട്, ഇഷ്ടം പോലെ കബഡിക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മിനിസ്റ്റർ ലെവലിൽ അവിടെ കോമ്പറ്റീഷൻ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. ഫൈനാൻസ് അവർക്ക് അതുപോലെ ബെനിഫിറ്റ് ഉണ്ട്. കാരണം അവരെ ഇയർലി ഒരു CM ട്രോഫി എന്നുണ്ട്. ആ ട്രോഫിക്ക് തന്നെ 10 ലക്ഷം രൂപ എന്തോ പ്രൈസ് മണി. അപ്പോൾ അത് ക്ലിയർ കളി കഴിഞ്ഞപാട് പ്ലെയേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എവറി ഇയർ. അത് ഇപ്പോൾ അവർ സ്കൂൾ ലെവലാക്കി, യൂണിവേഴ്സിറ്റി ലെവലാക്കി, നോർമൽ സീനിയർ ലെവലാക്കി. അപ്പോൾ ഇത് ഒക്കെ കബഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന. രണ്ടാമത്തെ അവർ അവിടെ ചെറിയ ലീഗൊക്കെ തുടങ്ങി കബഡിന്. അതേപോലെ നമ്മൾ കർണാടക നോക്കുമ്പോൾ കർണാടകത്ത് ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. കർണാടകത്ത് പോലീസാണെങ്കിലും വേറൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിലൊക്കെ ജോലിക്ക് അവർ BMTC ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പോസ്റ്റൊക്കെ എടുക്കുവാണ്. ഇത് നോക്കുമ്പോൾ നമ്മൾ സൗത്തിൽ തന്നെ കുറേ ബാക്കിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കിനി കുറേ ഇതിൽ ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ എയിമും ഒരേ ഇത് നമുക്ക് നേടാം, നമുക്ക് അവിടെ വരെ എത്താം. പക്ഷേ അതിനുള്ള ഗവൺമെൻറ് പോളിസി, നമ്മൾ ഹോസ്റ്റലുകളുണ്ട്, അക്കാഡമികളുണ്ട്, ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് പ്ലെയേഴ്സിനെ ഇപ്പോൾ നമ്മൾ കോളേജ് ലെവൽ വരെ എല്ലാ രീതിയിൽ ചിലപ്പോൾ കേരളത്തിൽ സൗകര്യമുണ്ട്. കോളേജ് കഴിഞ്ഞ പിന്നെ അവർക്കൊരു അവസരമില്ല. ആ അവസരം നമ്മൾ ആ പ്ലെയേഴ്സിന് നമ്മൾ അണ്ടർ ഗവൺമെൻറ്റിൽ തന്നെ അവർക്ക് എങ്ങനെ ഒരു സ്പോർട്സ് അക്കാഡമിയിൽ നമുക്ക് അവസരം കിട്ടുന്നു,
8th നിന്ന് 9th നിന്ന് 10th നിന്ന് 11th ഡിഗ്രിക്ക് അതുപോലെ അത് കണ്ടിന്യൂസ് ചെയ്യണം. എന്നാൽ നമുക്ക് ഈ നമ്മൾ ഒരു ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ മെഡൽ അടിക്കുന്നവരെ എത്താം.